ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നിർബന്ധിച്ച് സച്ചിയെ രേവതിയും വിളിച്ചുകൊണ്ട് വരാൻ ശ്രുതിയോട് പറയാ ചന്ദ്ര. സച്ചി, രേവതി ഫുഡ് കഴിക്കാൻ വാ എന്ന് പറയുമ്പോൾ അയ്യോ അവരിപ്പോൾ കേൾക്കും. മോരെയൊക്കെ വിളിച്ചുകൊണ്ട് അടിയെന്ന് നമ്മൾ ദേഷ്യപ്പെട്ടു. സച്ചി, രേവതി ഫുഡ് കഴിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് അലർജി ആയിരുന്നു. അപ്പോഴത്തേക്കും നമ്മളെ ശ്രുതി മതി ആൻറ്റി എന്ന് പറഞ്ഞ് ആക്കി ഒരു ചോദ്യം കൂടി. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ചിരി വന്നിട്ടോ. അപ്പോഴേക്കും അവർ വന്നു. ഇന്നെന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ചപ്പാത്തിയും കറിയാണെന്ന് പറഞ്ഞാൽ കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഇവിടെ നിൽക്കും. അപ്പം എന്താടി നോക്കി നിൽക്കുന്നത്, ഇനി ഞങ്ങളുടെ അടുത്ത് കഴിക്കണം, വിളമ്പി താടി എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരൊക്കെ വിളമ്പിക്കുകയാണ് ഈ ശ്രുതിയെ കൊണ്ട് നമ്മുടെ ചന്ദ്ര. പിന്നെ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക. അപ്പം മോളെ ശ്രുതി, നീ ആ കസരെടുത്തോടെ ഇരുന്നേ എന്ന് പറഞ്ഞ അച്ഛൻ ശ്രുതിയോട് പറയുന്നു. അപ്പം തൽക്കാലം അവള് വിളമ്പട്ടെ, നിങ്ങൾ കഴിക്കാൻ നോക്കിക്കേന്ന് അച്ഛനോട് അമ്മ പറയണം. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക. വായിൽ വെച്ച് നോക്കിയപ്പോൾ വായി വെക്കാൻ കൊള്ളത്തില്ല. എല്ലാവരും ഇങ്ങനെ എരിഞ്ഞ് പണ്ടാരടങ്ങി കിടക്കുക. അയ്യോ അയ്യോ എന്ന് പറഞ്ഞേ. ആ സമയത്ത് ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കലിപ്പും കയറി. ശ്രുതി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കും. എല്ലാവരും ചുമയ്ക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഏറ്റോടുന്നു, ഭയങ്കര ഇത്. അപ്പൊ എന്തോ നാടി ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് ഫുഡ്, ഇത് ഫുഡെന്ന് പറയാൻ പറ്റുമോടി എന്ന് ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടും. അപ്പൊ എല്ലാവരും ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കുക. ശ്രുതി ചേച്ചി സത്യം പറയാമല്ലോ, ഇത് വായിൽ വെക്കാൻ കൊള്ളത്തില്ല, ഒരു ടേസ്റ്റ് ഉള്ള കേട്ടോ ഇതിനെന്ന് നമ്മളെ വർഷ അന്നേരം പറഞ്ഞു. അയ്യോ എൻ്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഒന്ന് എരിവ് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തൊരു എരിവായിരുന്നു ശ്രുതിയും സച്ചിയും പറഞ്ഞു. നോക്ക്, അമ്മയുടെ കണ്ണിൽ നിന്നൊരു വെള്ളം വന്ന് എരിഞ്ഞിട്ട് അമ്മ ഇത് അമ്മയ്ക്ക് പണി തരാൻ വേണ്ടി ഇവള് കരുതിക്കൂട്ടി ചെയ്തതാണ് നമ്മുടെ സച്ചി പറയുക. ആണോടി ഈ കറി നിന്റെ തലയിൽ ഒഴിക്കാൻ ഞാനെന്ന് പറഞ്ഞു ചന്ദ്ര. അയ്യോ ഇല്ല എൻ്റെ, ഞാൻ കരുതിക്കൂട്ടി ചെയ്തൊന്നുമല്ല എന്ന് പറഞ്ഞു. വെക്കാനും വാങ്ങാനും അറിയാത്ത ഇവളെ അടുക്കളയിൽ കയറ്റിയ ഇവളെ നിന്റെ തലയിൽ തന്നെ ഇവളത് ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞു. എൻ്റെ തലയല്ലോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് അമ്മ ചോദിക്കുക. അപ്പോഴേക്കും രേവതിയുടെ 7 അയലത്തൊന്നും വരത്തില്ലെങ്കിലും കഴിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ ഇവള് പാചകം ചെയ്യാറുള്ളതാണല്ലോ എന്ന് പറഞ്ഞു. ഉള്ളത് പറയാലോ മോളെ, ഇത് വായി വെക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അച്ഛൻ. ഉള്ളത് കാര്യം പറഞ്ഞ സുഹൃത്തേക്ക് ഇതിനി അടുക്കളയിൽ കയറ്റാതിരിക്കാൻ വേണ്ടി സുഹൃത്തേക്ക് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതല്ലേ എന്ന് വർഷ ചോദിക്കുമ്പോൾ അയ്യോ അല്ല, ഒരിക്കലും അല്ല, ഞാനിതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ പൊന്നുമോളെ ഇനി നീ പാചകമൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ, അതൊക്കെ ഇനി രേവതി തന്നെ ചെയ്തോളും, ഞങ്ങൾക്ക് പട്ടിണി കിടക്കാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് രവിയേട്ടൻ പറയാം. ഇത് കേട്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം. അവൾ ഉള്ളിൽ സന്തോഷിക്കായിരിക്കും എന്ന് ചന്ദ്ര പറഞ്ഞപ്പോഴത്തേക്ക് നിന്നെ ഒരു നിമിഷം പോലും ചുമ്മാ ഇരിക്കും, ഞാൻ സമ്മതിക്കത്തില്ലടി എന്ന് പറഞ്ഞു. അമ്മ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, അച്ഛാ ഞാൻ വേറെ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് രേവതി പറയുമ്പോൾ അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു വർഷം. ഇവളേക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെട്ടു. അപ്പൊ എല്ലാവരുടെയും മുറിയിലെ അലക്കാനുള്ള തുണി കിടപ്പുള്ളത് മൊത്തം നീ അലക്കാൻ പറഞ്ഞു. ഇതൊക്കെ വേസ്റ്റ് ബിന്നിൽ കൊണ്ട് തട്ടിയിട്ട് പാത്രം കഴുകി വെച്ചതിന് ശേഷം മതിയെന്നും പറഞ്ഞു. അങ്ങനെ ചന്ദ്ര ഇങ്ങനെ ഓരോ പണികൾ കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് കയറി വന്നു. എന്താടാ നമ്മ ഒരിക്കലും വരെ ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി എന്ന് പറയാം. അതെടുക്കാൻ വേണ്ടിയിട്ടേ ഞാൻ തിരിച്ചു വന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര എടാ നീ എവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പതുക്കെ ഫോൺ എടുത്ത് ശ്രുതിയുടെ നമ്പറിലേക്ക് വിളിച്ചു. അന്നേരം ശ്രുതിയുടെ പോക്കറ്റിൽ ഇരുന്ന് ഇത് റിങ് ചെയ്യുക. വേഗം കിടക്കുന്നു. അയ്യോ എൻ്റെ ഫോൺ എൻ്റെ പോക്കറ്റിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. ശ്രുതി ഒരൊറ്റ ഓട്ടം. അമ്മ ഇപ്പൊ ശ്രുതിയുടെ എന്തിനാ വന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. ഇന്ന് ശ്രീകാന്ത് ചോദിക്കാം മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര എന്നെത്തിക്കും നമ്മുടെ ശ്രുതിമോളെ ഒരു നോട്ടവും കൂടി അവനും കൂടി വരട്ടെ മറ്റും വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര പറയുക കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രേവതി അവിടെ നിന്ന് കോമഡി ഷോ കണ്ട് ഭയങ്കര ചിരി. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ പൂവും കിട്ടുന്നുണ്ട് രേവതി. ഈ സച്ചിനെ എന്നാ ഇങ്ങനെ നോക്കുന്നതെന്ന് രേവതി ചോദിച്ചു. ഞാൻ ഇതിന് പിന്നെ കണ്ടിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പൊ ചന്ദ്ര അപ്പുറം മാറിയിരിക്കുക. ചന്ദ്ര ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ണ് കെട്ടി മാല കെട്ടുന്ന ഇപ്പൊ TV കണ്ടുകൊണ്ട് മാല കെട്ടുന്നു. എങ്ങനെ കെട്ടിയാലും പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു രേവതി? എന്റെ എക്സ്പീരിയൻസ് കൊണ്ടാ, അതുകൊണ്ട് സാധിക്കുന്നതാണെന്ന് രേവതി അന്നേരം സച്ചിയോട് പറയാം. അന്നേരം അമ്മേ ഇവളോട് TV കണ്ടോളാൻ പറഞ്ഞത് അബദ്ധമായി കേട്ടോ, ഇപ്പൊ TV ഓഫ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു സച്ചി. അപ്പത്തേക്കും പുതിയ ഒരു തുണിയായിട്ട് ഇറങ്ങി വരുക. അപ്പൊ എന്താന്നേ അവള് കാണട്ടെ, അതിപ്പോ നിനക്കെന്താടാ രേവതി മോള് കണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ പറയുമ്പോ കേട്ടോ കേട്ടോ എന്ന് രേവതി ശ്രുതിയെ കേൾപ്പിക്കാൻ ഇതൊക്കെ പറയുന്നത്. ശ്രുതി എന്നിട്ട് തുണിയായിട്ട് അങ്ങ് പോകുന്നു. എടി അവിടെ നിൽക്കാൻ പറഞ്ഞു ശ്രുതിയോട്. ശ്രുതി അവിടെ നിന്നു. അപ്പോ എന്താ ഇതില് സച്ചിയുടെ രേവതിയുടെയും തുണികളില്ലല്ലോ എന്ന് പറയും. തുണി മുഴുവൻ പരതു വരുന്നു ചന്ദ്ര. അത് പിന്നെ അവരലക്കിക്കോളൂ എന്ന് ശ്രുതി പറയുമ്പോ അവരെ അലക്കാനോ? നിന്നോടെ എല്ലാവരുടെയും തുണി അലക്കാനല്ലേടി ഞാൻ പറഞ്ഞത്. അയ്യോ അതൊന്നും വേണ്ടമ്മേ, ഞാൻ അലക്കിക്കൊള്ളാം, ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ തന്നെ അലക്കിക്കൊള്ളാമെന്ന് രേവതി പറഞ്ഞപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവൾ അലക്കിക്കോളും, ഞാനല്ലേ പറഞ്ഞത് അലക്കാൻ. മോളെ നീ പോയി തുണി എടുത്തോട്ട് കൊടുത്തേ. അപ്പോൾ രേവതി അമ്മ പറഞ്ഞിട്ടില്ലേ നീ പോയി തുണി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതിയെ പറഞ്ഞു വിട്ട് സച്ചി തുണി എടുക്കാൻ. അപ്പോഴത്തേ എനിക്ക് ഇപ്പോൾ തുണിയൊന്നും അലക്കി പരിചയമില്ല എന്ന് നമ്മളെ ശ്രുതി പറയുമ്പോൾ അതൊക്കെ പരിചയം ആയിക്കോളൂ എന്ന് സച്ചി അലക്കി പഠിച്ചോളാൻ പറഞ്ഞു. പിന്നെ അമ്മയെ അലക്കി കഴിഞ്ഞതിന് ശേഷം പാർലറേട്ടത്തേക്ക് ഏത് ജോലിയാണ് കൊടുക്കേണ്ടതെന്ന് വല്ല കൺഫ്യൂഷനും ഉണ്ടെങ്കിൽ അമ്മ അത് രേവതിയോട് ചോദിച്ചാൽ മതി കേട്ടോ എന്ന് സച്ചി അമ്മയോട് പറയുക. പിന്നെ അവൾ ഇവിടുത്തെ എല്ലാ ജോലിയും കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണല്ലോ. അവള് എല്ലാം അമ്മയ്ക്ക് പറഞ്ഞു തരുവേ. ശ്രുതി അന്നേരം ഇങ്ങനെ നോക്കുക സത്യ പല്ലെറിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഒരു കിൻഡൽ തുണിയായിട്ട് വന്ന് അത് കൊണ്ട് കൊടുത്തു ശ്രുതിയുടെ കയ്യിലേക്ക്. ഇതൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇടാമെന്നായിരിക്കും നിന്റെ മനസ്സിൽ.
പക്ഷെ അതൊന്നും പറ്റത്തില്ല കേട്ടോ. അലക്കുകല്ലേ അവിടെ പുറകിലുണ്ട്, അവിടെ പോയി അലക്കിയാൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ ഇത് മൊത്തം ശ്രുതിയെ കൊണ്ട് അലക്കിക്കാൻ നോക്കാം. ഇത് മുഴുവനും ഞാൻ അലക്കാനോ? നീ തന്നെ അലക്കണം, നീ വരാൻ പറഞ്ഞു. ഇങ്ങനെ അതും പറഞ്ഞ് അടുത്തേക്ക് വിളിച്ചു. ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ നിന്ന് കയ്യിൽ സ്വന്തമായിട്ട് പിച്ചുവാ. അങ്ങനെ പിച്ചിയപ്പം എന്താ രേവതി, അല്ല സച്ചേട്ടാ ഞാൻ സ്വപ്നം കാണുന്ന തന്നെയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ സുതി അവിടെ കിടന്ന് ചത്ത് കിടന്ന് അലക്കും. അപ്പോഴത്തേക്ക് സുതി അവിടെ നിന്ന് കാണുകയാണ്. കണ്ട സുതിയാണെങ്കിൽ അവളവിടെ കിടന്ന് ആത്മാവ് കേട്ടോ അലക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക ഭാര്യ. അപ്പൊ ശ്രുതി എന്താ ശ്രുതി ഇതാന്ന് ചോദിച്ചു. ശ്രുതിയുടെ അടുത്തേക്ക് നിനക്ക് എന്നോട് ദേഷ്യമായിരിക്കല്ലേ? ഞാൻ ആകെ തിളച്ചിരിക്കുക, എന്റെ കഴുത്തി താലയിട്ടവനാണെന്നോ ഞാൻ നോക്കത്തില്ല, പിടിക്കും. അടുക്കളയിൽ വന്നും ഇതേ ചോദ്യം തന്നെയല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ആന്റി വന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ നുണ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ശ്രുതിയെ അവിടെ ഇട്ട് ശ്രുതിയെ ചവിട്ടി കൂട്ടുക. അങ്ങനെ സോറി ശ്രുതി എന്ന് പറഞ്ഞാൽ അവൻ്റെ സോറി എന്ന് പറഞ്ഞു ഭയങ്കര ദേഷ്യം. അല്ല എന്നോട് എന്തിനാ ഇപ്പൊ സംസാരിക്കാൻ വരുന്നതെന്ന് ചോദിച്ചു. എന്നോട് മിണ്ടരുതെന്നല്ലേ സുധിരമ്മ പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്നാ പൊളിച്ചും പാത്തും ഇങ്ങോട്ട് വന്ന് എന്തിനാ? സുധിയുടെ അമ്മേ എന്നെ വിളിയിട്ട് നരകിപ്പിക്കുക. നോക്ക് എല്ലാവരുടെ തുണിയും എന്നെ കൊണ്ട് അലപ്പിക്കുക. രേവതി പാൻഡയുടെ അടുത്ത് തലയെ വെച്ചിരിക്കുക, എന്നെ ആണെങ്കിൽ തറയിലിട്ട് ചവിട്ടുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പക്ഷെ കഷ്ടം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നല്ല ശ്രുതിക്ക് വേണ്ടി നല്ല ചെയ്തിട്ടാണ് ഞാൻ ഇതിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. ശ്രുതിക്ക് വേണ്ടി ഞാനിപ്പോൾ കള്ളിയായി. ശ്രുതി കൂടെ നിന്നിരുന്നെങ്കിലേ എനിക്ക് ഇത്രയും വിഷമമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കായില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും ഇല്ല ശ്രുതി ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ശ്രുതിയെ സഹായിക്കാനായിട്ടുള്ള ഒരു ഇതൊക്കെ കാണിക്കുന്നു. പൊക്ക ശ്രുതി എൻ്റെ കൂടെ നിന്ന് ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതും കണ്ടിട്ട് വേണം ഇനി അമ്മ എടുത്തിട്ട് ഇവിടെ കിടന്ന് ഓരോന്ന് പറയാനായിട്ട്. അമ്മ അറിഞ്ഞാൽ എനിക്കൊരു ചുക്കൂല, അമ്മയോട് പോയി പണി നോക്കാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എല്ലാം മാറ്റി വെച്ചിട്ട് അവിടെ നിന്ന് തുണി അലക്കുക. അങ്ങനെ ശ്രുതി തുണി അലക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ അച്ഛൻ രേവതിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന രേവതിയോട് എന്തോ പറഞ്ഞിട്ട് എന്താ അച്ഛാ എന്ന് ചോദിച്ചു. ടി വി കാണുമ്പോൾ നമുക്ക് ദേഷ്യമൊന്നുമില്ല എന്ന് ചോദിച്ചു. അല്ല ടി വി കാണുന്നതിന് ഇതിനൊക്കെ ദേഷ്യം? ചന്ദ്ര ടി വി കാണുമ്പോൾ ഞാൻ ചെന്ന് എന്തെങ്കിലും ചോദിച്ചാലേ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എന്താ അച്ഛന് ചായ വേണം? അപ്പം ചായ ഒന്നും എനിക്ക് വേണ്ട മോളെ ആള് മാറിയോ എന്നറിയാൻ വേണ്ടിയിട്ടേ ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചു കാണുമോ. ആള് മാറിയോ? മോളുടെ മുഖത്തെ പതയിൽ ഇത് തെളിച്ചു വെക്കണ്ട, അതിന് സന്തോഷമായെന്നും പറഞ്ഞു. അപ്പൊ പണ്ടൊക്കെ മുത്തശ്ശി പറയുന്നതേ ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സ് നിറഞ്ഞ സന്തോഷം ഉണ്ടായാൽ അത് ശരീരത്തും മുഖത്തും ഒക്കെ കാണാൻ പറ്റുന്നു. അതാ അച്ഛാ, അതൊക്കെ സത്യമായിട്ട് വരാ അച്ഛാ, ഞാൻ വേണമെങ്കിൽ അച്ഛന് ചായ എടുത്തരാമെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും വേണ്ട മോളെ എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ സച്ചി വന്ന് തുണി ഇറക്കി കൊടുക്കുന്ന കാണുമോ. അപ്പൊ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അമ്മയെന്ന് പറഞ്ഞു ഓടിച്ചെന്നു. എന്താടാ അമ്മയും വന്ന് ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്ത് കാണിച്ചു തരാമെന്നോ എന്താണ്? അപ്പൊ അമ്മ തന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. ഇനിയും വാ, എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ സച്ചി. കൊണ്ടുപോയി ചന്ദ്രയ്ക്കും രേവതിക്കൊക്കെ കാണിച്ചു കൊടുക്കുക. ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ ഭാഗം പിടിച്ച് അവിടെ നിൽക്കുന്നു. ശ്രുതിയാണെങ്കിൽ തുണിയലക്കോ എങ്ങനെയുണ്ട് അമ്മയെന്ന് ചോദിച്ചു. ഇതാ മോണുണ്ടോടാ നിനക്ക്, നിന്നോട് ഞാൻ എന്താടാ പറഞ്ഞു ചോദിച്ചു. ചന്ദ്രങ്ങ് ചെന്നില്ലേ, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലേ, നീ ഞാനെന്നും പറഞ്ഞോണ്ട് അവിടെ ഇട്ട് അടിച്ച് നേരെ അമ്മ എന്നെ തല്ലല്ലേ അമ്മയെന്നും പറഞ്ഞോണ്ട് ശ്രുതി കിടന്ന് കാറിച്ച. ആ സമയത്ത് എടാ നിന്നെ അവള് വിളിച്ചു വരുത്തിയതാണോ അതോ നീ ആയിട്ട് വന്നതാണോടാന്ന് ചോദിച്ചു. അമ്മേ അത് പിന്നെ അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ അപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കുക ശ്രുതി എന്താ പറയുന്നതെന്ന്. സജ്ജയാണെങ്കിൽ ശ്രുതിയെ പിടിച്ചു വെച്ചേ ഓടി പോകാതെ. അപ്പൊ ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടൊന്നും ഇല്ലാന്ന് ശ്രുതി. എടാ അപ്പൊ നീ ആയിട്ട് വന്നതാണോടാന്ന് ചന്ദ്ര ചോദിച്ചു. പറയണമെന്ന് പറഞ്ഞ സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. അപ്പൊ ഇവനെ ഞാൻ വെറുതെ വിടുക, നീ എന്റെ മോനെ പെടുത്തിയതാണല്ലേ ഈ പാവം എന്റെ മോൻ. അപ്പൊ അവനെയും ശ്രുതിക്ക് പണി കൊടുത്തിട്ടാ പോയത്. അങ്ങനെ ഈ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് ശ്രുതി ചന്ദ്രയോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞോണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി. മാരിയായ്ക്ക് ഡ്രസ്സ് നന്നായിട്ട് ഇറക്കിക്കോണമെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ നമ്മുടെ രേവതിയോടും ശ്രുതിയുടെ മുന്നിൽ വെച്ചിങ്ങനെ എന്നിട്ട് ശ്രുതിയോട് അലക്കാൻ പറഞ്ഞു. എന്നിട്ട് ശ്രുതിയുടെ മുന്നിൽ വെച്ച് രേവതിയോട് ചോദിച്ചു, രേവതി എന്റെ പോക്കറ്റിൽ പൈസ ഒന്നും കിടപ്പില്ലല്ലോ, നീ എല്ലാം നോക്കിയതല്ലായിരുന്നോ? കാശണങ്ങൾ അടിച്ചു മാറ്റും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിയും കൂട്ടി അവിടെ നിന്ന് പോയി. കാര്യമെല്ലാം തീർത്തു. നമ്മുടെ കൂട്ടി ഇവിടെ കിടന്ന് മാരണ അലക്കമാണ്. അങ്ങനെ അലക്കി നേരെ രാത്രിയായി. അത് കഴിയുമ്പോൾ മുറിയിലേക്ക് കയറി കിടക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും ഒരു പായും എടുത്ത് ചന്ദ്ര അങ്ങോട്ടേക്ക് മഹാറാണി പള്ളിയോർക്കത്തിന് കയറിയോ എന്ന് ചോദിച്ച്. അപ്പോഴത്തേക്കും അതെ ആൻറ്റി ആണോ, എന്നാലേ നീ ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എടുത്തോണ്ട് വരാം. അപ്പോഴേക്കും നീ പോയി ബെഡ്ഷീറ്റ് എടുത്തോണ്ട് വന്നു കേട്ടോ. അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി നോക്കുമ്പോൾ ബെഡ്ഷീറ്റ് എടുക്കുന്ന ശ്രുതി അമ്മ തൊട്ടരികിൽ നിൽക്കുന്നു. സമാധാനമായി, വഴക്കൊക്കെ തീർന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലെ ശ്രുതി നിൽക്കുക. അപ്പൊ നീ ഇത് പിടിച്ചേന്ന് പറഞ്ഞുകൊണ്ട് അത് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തു. അമ്മ ഇതെന്താ ഈ ബെഡ്ഷീറ്റ് പോരേന്ന് ചോദിച്ചു. നീ അവനൊരു ബെഡ്ഷീറ്റ് കൊടുത്തേ. ആ ബെഡ്ഷീറ്റ് എടുത്ത് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തു. പായും കൊടുത്തു. ഇതും വെച്ചോളാൻ പറഞ്ഞു. തള്ളേണയും കൊടുത്തു. എന്റെ അമ്മ ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കണോ? ഇതൊക്കെ മുറുക്കി പുറത്ത് വെച്ചാൽ പോരെ, അവരൊന്നും എടുത്തോളില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി ചോദിക്കുമ്പോൾ സച്ചി രേവതി എന്നും പറഞ്ഞ് അവരെ വിളിക്കാം. അപ്പം അമ്മ എന്തിനാ അവരെ വിളിച്ച്? ഇതൊക്കെ മോശമല്ലേ അമ്മ,
അവരെന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? ഇത് പുറത്ത് വെച്ചാൽ രാവിലെ ഒന്ന് എടുത്തോണ്ട് പോയിക്കോളുമായിരുന്നല്ലോ, പിന്നെ എന്ത് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും വന്നു. അപ്പൊ എന്താ അമ്മയെന്ന് ചോദിച്ചു. ഈ പായം തരണയൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് പറയും. ഇതാ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും നിൽക്ക അവിടെ ഹോളില് ഇവർ രണ്ടുപേരും കിടക്കുന്ന ആ സ്ഥലമല്ലേ, ആ സ്റ്റെയർ കേസിന്റെ അടിയിൽ, നീ അവിടെ ചെന്ന് കിടക്കാൻ പറഞ്ഞു. ഞാനോ എന്നും പറഞ്ഞോണ്ട് ശ്രുതിയും അപ്പത്തേക്ക് രേവതിയൊക്കെ എന്നും പറഞ്ഞ് അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അവർ ഞെട്ടിപ്പോയി. ഇതാ ആ പൂജാമുറിയുടെ പുറത്തുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, മഹാരാജാവ്, അവിടെ പോയി കിടക്കാനും പറഞ്ഞു. അമ്മേ ഞാനോ അവിടെയോ? ആരെങ്ങനെ അമ്മ കിടക്കുന്നതെന്ന് ചോദിച്ചു. ശ്രുതിക്കുമ്പോൾ അയ്യോ ശ്രുതിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ വിളിക്കും. ഓടാ ഇന്ന് മുതൽ ഇവരാണ് ഈ മുറി കിടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സ്ഥലത്ത് കിടന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവരത് മുറിക്കകത്ത് അടിച്ച് പുറത്താക്കി. ആൻറ്റി അത് അവിടെ നിറച്ച് കൊതുക ആൻറ്റി, ഞാൻ എങ്ങനെയാ ആൻറ്റി അവിടെ കിടക്കുന്നതെന്ന് ഈ ശ്രുതി ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ രവതി ഇങ്ങനെ നോക്കുക. ആ കൊതുകളോട് തന്നെയാണ് സച്ചിൻ രവതി ഇത്രയും കാലം കിടന്നത്. നിങ്ങൾക്കും അവിടെ കിടക്കാവുന്നതേ ഉള്ളൂ, പോയി കിടക്കുക. നീ എങ്ങാനും ഇവളുടെ അടുത്തെങ്ങാനും പോയി ഞാൻ അറിഞ്ഞാ ഇവളോട് മിണ്ടിയാ നിന്റെ കഥ കഴിക്കും ഞാൻ എന്നും പറഞ്ഞ ചന്ദ്രമതി രണ്ടിടത്തും ഞാൻ പറഞ്ഞിട്ട് പോയി കിടക്കും പോ എന്നും പറഞ്ഞൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കാം. അപ്പോഴത്തേക്കും രേവതി അമ്മേ ഞങ്ങൾ ഇനി എന്നും ഈ മുറിയിലാണോ കിടക്കേണ്ടതെന്ന് രേവതി ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. ഇവരവിടെയുമാണ് കിടക്കേണ്ടതെന്നും ചന്ദ്ര പറയാം. സത്യമാണോ? സത്യം. അപ്പോഴത്തേക്ക് എന്റെ ദൈവമേന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നിന്ന് ഭയങ്കര കരച്ചില്. ഒരു രക്ഷയില്ല. ചന്ദ്ര അമ്പിലും മില്ലിനും എടുക്കുന്നില്ല. അങ്ങനത്തെ നമ്മുടെ സച്ചി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അവർ രണ്ടുപേരെ ആ മുറിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുക. പോയി കിടക്കടാ പോടാ എന്നും പറഞ്ഞ് ചവിട്ടി പുറത്താക്കുമ്പോൾ എടാ അത് നീ പോയി കിടക്ക പോടാ എന്ന് പറഞ്ഞു. ശ്രുതിയോടെ എല്ലാം ഞാൻ ശ്രുതി ചെല്ലടാ പോടാ എന്നും പറഞ്ഞ് ഓടിച്ചു വിട്ടു. ഇവിടെ കിടക്കാൻ എല്ലാവരും നശിച്ചു പോണേന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അപ്പൊ നീ താഴെ പോയി കിടന്നാൽ മതി പൊടി ചെല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെയും പറഞ്ഞു വിട്ടു. അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആരെയും മുറിക്കകത്ത് കയറ്റിയേക്കരുത്, നിങ്ങൾ വേണം ഈ മുറി കിടക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിക്കും സച്ചിക്കും ഒരു ഇതും കൊടുത്തിട്ട് അങ്ങ് പോകുന്നു. അപ്പൊ അതും കണ്ട് ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.